സമൂഹത്തെ ഭിന്നിപ്പിച്ച് സംശയത്തിന്റെ വിത്ത് പാകി അതിലൂടെ രാഷ്ട്രീയപരമായോ സാമ്പത്തികപരമായോ നേട്ടം കൊയ്യുന്ന ചിലരുണ്ട്. അത്തരത്തിലേറെ നേട്ടം കൊയ്യുന്ന, ഇന്ത്യയിൽ പലപ്പോഴും വലിയ വലിയ ചർച്ചകൾക്ക് വഴി തുറക്കുന്ന യൂട്യൂബർ ധ്രുവ് റാഠിയെ കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. റാഠിയുടെ ഏറ്റവും പുതിയ വീഡിയോ കണ്ടവർക്കറിയാം, ബീഹാർ തിരഞ്ഞെടുപ്പിൽ വ്യാപക ക്രമക്കേടുകൾ നടന്നു എന്നാണ് അദ്ദേഹത്തിന്റെ മുഖ്യ ആരോപണം. എന്നാൽ ആരോപണത്തിന്റെ രീതിയാണ് നമ്മൾ ഇവിടെ ചോദ്യം ചെയ്യുന്നത്. ആരോപണത്തിന്റെ കാതൽ ഇതാണ്: 47 ലക്ഷം വോട്ടർമാരെ വെട്ടിമാറ്റിയത് ഒരു പ്രത്യേക വിഭാഗത്തെ ലക്ഷ്യമിട്ടുകൊണ്ടാണ്. ഒരു യൂട്യൂബ് വീഡിയോയിലൂടെ ഒരു വലിയ വിഭാഗം വോട്ടർമാരെ ലക്ഷ്യം വെച്ചു എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ അത് കേവലം വാർത്ത മാത്രമാണോ, അതോ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും അപകടകരമായ ഭിന്നിപ്പിക്കൽ തന്ത്രത്തിന്റെ പുനരാവിഷ്കരണമാണോ? ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ നരേറ്റീവ് സെറ്റർമാർക്കിടയിൽ ഭിന്നിപ്പിച്ച് നേട്ടം കൊയ്യുന്ന രാഹുൽ ഗാന്ധിയുടെ ശൈലി ഇന്ന് ധ്രുവ് റാഠി ഏറ്റെടുത്തിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിക്ക് രാഷ്ട്രീയ ലാഭമാണ് ലക്ഷ്യമെങ്കിൽ റാഠിക്ക് കോടികളുടെ വ്യൂസ് എന്ന സാമ്പത്തിക ലാഭമാണ് ലക്ഷ്യം. ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടാൻ ധ്രുവ് റാഠിയെ എന്തിന് രാഹുൽ ഗാന്ധിയുടെ പിന്മുറക്കാരൻ എന്ന് വിളിക്കുന്നു എന്ന് നമുക്കൊന്ന് വിശദമായി തന്നെ പരിശോധിക്കാം. ഞെട്ടിക്കുന്ന ചില സമാനതകളും രാഷ്ട്രീയ മാധ്യമ ലോകത്തെ പുതിയ ധ്രുവീകരണ തന്ത്രങ്ങളും ഇതിലുണ്ട്. വീഡിയോ അവസാനം വരെ കാണുക, സത്യം നിങ്ങൾ തിരിച്ചറിയും. രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ ശൈലി വിശകലനം ചെയ്താൽ അദ്ദേഹം നിരന്തരം ഉപയോഗിക്കുന്ന ഒരു ഉപകരണമുണ്ട്: ഭയം. അത് ഭയം ഉണർത്തുക. ഈ ഭയം സൃഷ്ടിക്കുന്നത് വഴി ഒരു വലിയ വിഭാഗം ജനങ്ങളെ സ്ഥിരം വിമർശകരായ കേന്ദ്ര സർക്കാരിനെതിരെ അണിനിരത്താനായി സാധിക്കും. രാജ്യം അപകടത്തിലാണ്, ഭരണഘടന തകരുന്നു, ന്യൂനപക്ഷങ്ങൾ ഭയത്തിലാണ്, ജനാധിപത്യം മരിക്കുന്നു തുടങ്ങിയ ആഖ്യാനങ്ങൾ നിരന്തരം അവതരിപ്പിക്കുക. ഇതൊരു രാഷ്ട്രീയ തന്ത്രമായി മാറി കഴിഞ്ഞിരിക്കുകയാണ്. ഇതേ തന്ത്രമാണ് ധ്രുവ് റാഠി തന്റെ ബീഹാർ തിരഞ്ഞെടുപ്പ് ക്രമക്കേട് വീഡിയോയിലൂടെ പ്രയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ഭരണഘടന എന്നതിന് പകരം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന ഭരണഘടനാ സ്ഥാപനമാണ് ഇരയാക്കപ്പെടുന്നത്. രാഹുൽ ഗാന്ധി തന്ത്രം രാജ്യത്തെ എല്ലാ സ്ഥാപനങ്ങളെയും, അഥവാ CBI, ED, ഇലക്ഷൻ കമ്മീഷൻ, BJP പിടിച്ചടക്കി. അതുകൊണ്ട് തന്നെ ഭരണഘടന അപകടത്തിലാണ്. ധ്രുവ് റാഠി പ്രയോഗം നമ്മൾ നോക്കുമ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പക്ഷപാതപരമായി പെരുമാറുന്നു, ഇവിടെ ജനാധിപത്യം ഇല്ല, 47 ലക്ഷം വോട്ടർമാരെ അഥവാ മുസ്ലിം ദളിത് ലക്ഷ്യമിട്ട് വെട്ടിമാറ്റി, CCTV ദൃശ്യങ്ങൾ മറച്ചു, അതിനാൽ ജനാധിപത്യം മരിക്കുന്നു, ഇവിടെ ലക്ഷ്യം ഒന്ന് തന്നെ: സ്ഥാപിത സംവിധാനങ്ങളിലുള്ള ജനങ്ങളുടെ വിശ്വാസം എങ്ങനെയെങ്കിലും ഒന്ന് തകർക്കുക. ജനാധിപത്യ പ്രക്രിയയുടെ കാതലായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പക്ഷപാതപരമായി പെരുമാറിയാൽ സ്വാഭാവികമായും ഒരു വിഭാഗം ജനങ്ങൾ ഭയപ്പെടുകയും സർക്കാരിനെതിരെ തിരിയുകയും ചെയ്യും. ഈ ഭയം റാഠിക്ക് ഒരു നിശ്ചിത കാഴ്ചക്കാരുടെ അഥവാ ലോയൽ വ്യൂവർഷിപ്പ് പിന്തുണയാണ് നൽകുന്നത്. രാഹുൽ ഗാന്ധിക്ക് രാഷ്ട്രീയ നേട്ടമാണ് ലക്ഷ്യമെങ്കിൽ ധ്രുവ് റാഠിക്ക് സാമ്പത്തിക ലാഭമാണ് അല്ലെങ്കിൽ സാമ്പത്തിക നേട്ടമാണ് ലക്ഷ്യം. അതായത് വോട്ട് ബാങ്കിന് പകരം റീച്ച് ബാങ്ക്. ധ്രുവ് റാഠിയുടെ ഏറ്റവും പ്രധാനപ്പെട്ടതും അപകടകരവുമായ ആരോപണം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. വെട്ടിമാറ്റപ്പെട്ട 47 ലക്ഷം വോട്ടർമാരിൽ 24.7 ലക്ഷം പേർ മുസ്ലിം വോട്ടർമാരാണ്. ദളിത്, ആദിവാസി വോട്ടർമാരെയും വെട്ടിമാറ്റിയിട്ടുണ്ട്. ഇത് സീമാഞ്ചൽ മേഖലയിൽ മാത്രം കേന്ദ്രീകരിച്ചു. ഒരു തെരഞ്ഞെടുപ്പ് ക്രമക്കേട് ആരോപിക്കുമ്പോൾ അതിന്റെ നിയമപരമായ വശം മാത്രം പറയുന്നതിന് പകരം കൃത്യമായ ഒരു സമുദായത്തിന്റെ കണക്കെടുത്ത് പറയുന്നത് എന്തിനു വേണ്ടിയാണ്? ഇതെന്തുകൊണ്ടാണ് ഒരു വർഗീയ ധ്രുവീകരണ ശ്രമമായി മാറുന്നത്? ഇവിടെ റാഠി ചെയ്യുന്നത് രാഹുൽ ഗാന്ധി ചെയ്യുന്നതിന് തുല്യമായ രാഷ്ട്രീയ കളി തന്നെയാണ്. ഒരു വിഭാഗം ജനങ്ങളെ, ന്യൂനപക്ഷ ദളിത് വിഭാഗത്തെ പ്രത്യേകമായി വേർതിരിച്ച് അവർക്കെതിരെ അനീതി നടന്നു എന്ന് സ്ഥാപിക്കുക. ഇതിലൂടെ ആ വിഭാഗം ജനങ്ങളുടെ വികാരങ്ങളെ മുതലെടുത്ത് അവരുടെ പൂർണ്ണ പിന്തുണയാണ് ഉറപ്പാക്കുന്നത്. ന്യൂനപക്ഷ പ്രീണനം എന്ന് നമ്മൾ വിളിക്കും. ഈ തന്ത്രം ഇന്ത്യയിലെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിലെ ഏറ്റവും പഴക്കം ചെന്നതും ഫലപ്രദവുമായ ഒന്നാണ്. റാഠി അത് റീച്ച് ബാങ്ക് രാഷ്ട്രീയത്തിൽ പ്രയോഗിക്കുന്നു. കാരണം ഒരു വലിയ വിഭാഗം ആളുകളെ വൈകാരികമായി തൃപ്തിപ്പെടുത്തുന്ന കണ്ടന്റാണ് അദ്ദേഹത്തിന് കൂടുതൽ ലൈക്കുകളും ഷെയറുകളും നേടിക്കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ധ്രുവ് റാഠി രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ ശൈലിയുടെ, അതായത് ഭിന്നിപ്പിച്ച് നേട്ടം കൊയ്യുക എന്ന തത്വത്തിന്റെ യൂട്യൂബ് പിൻഗാമിയാണ്. ധ്രുവ് റാഠി ജർമ്മനിയിലിരുന്ന് സുരക്ഷിതമായി ഈ വീഡിയോകൾ ചെയ്യുന്നത് വെറും യാദൃശ്ചികമൊന്നുമല്ല. ഇവിടെയാണ് കഷ്ടപ്പാട് എന്ന വാക്ക് പ്രസക്തമാകുന്നത്. ഇന്ത്യൻ ജനാധിപത്യത്തെ രക്ഷിക്കാൻ തനിക്കാണ് ബാധ്യതയെങ്കിൽ റാഠിക്ക് 2 കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. അത് മാത്രമാണ് ഒരു ഉത്തരവാദിത്തമുള്ള പൗരൻ ചെയ്യേണ്ടത്. ഒന്ന്, ഇന്ത്യയിലേക്ക് വരികയും കഷ്ടപ്പെടുകയും ചെയ്യുക. ഈ തെളിവുകൾ ശേഖരിക്കാൻ കഷ്ടപ്പെട്ടവരെ സഹായിക്കാൻ ഇന്ത്യയിൽ താമസിച്ച് പ്രവർത്തിക്കുക. സ്വന്തം സുരക്ഷയും ജീവിത സൗകര്യങ്ങളും ഒക്കെ ത്യജിക്കുക. ഇനി 2, കോടതിയെ സമീപിക്കുക. യൂട്യൂബിൽ വിധി പറയാതെ ഈ തെളിവുകൾ എന്തുകൊണ്ട് ഇന്ത്യൻ കോടതിയുടെ മുന്നിൽ ഇദ്ദേഹം ഹാജരാക്കുന്നില്ല? ബീഹാർ തെരഞ്ഞെടുപ്പ് അസാധുവാക്കാൻ നിയമപരമായി പോരാടേണ്ടതല്ലേ? അതല്ലേ ശരിക്കും പറഞ്ഞാൽ നീതിയുക്തമായിട്ടുള്ള ഒരു കാര്യം? ഇതൊന്നും ചെയ്യാതെ ജർമ്മനിയിലെ ഒരു സുരക്ഷിത താവളത്തിലിരുന്ന് യൂട്യൂബിൽ സെൻസേഷൻ കണ്ടന്റ് ഉണ്ടാക്കി സാമ്പത്തികമായി നേട്ടം കൊയ്യുന്നതിൽ എന്താണ് കഷ്ടപ്പാടുള്ളത്? ഇത് എളുപ്പമുള്ള പണിയല്ലേ?
ധ്രുവറാട്ടിക്ക് അറിയാം ഈ തെളിവുകൾ കോടതിയിൽ നിലനിൽക്കില്ലെന്ന്. ഒരു കോടതി മുറിയിൽ ഈ ആരോപണങ്ങളെ നിയമപരമായി തെളിയിക്കേണ്ട ബാധ്യത അദ്ദേഹത്തിനില്ലേ? വെറും സംശയങ്ങളും അനുമാനങ്ങളും കോടതിയിൽ വിലപ്പോവില്ല. അതുകൊണ്ടാണ് അദ്ദേഹം നിയമപരമായി വഴി ഒഴിവാക്കുന്നത്. എന്നാൽ ഒരു പ്രത്യേക വിഭാഗത്തെ ലക്ഷ്യമിട്ടാണ് ക്രമക്കേട് നടന്നത് എന്ന നരേറ്റീവ് ഉണ്ടാക്കിയാൽ അദ്ദേഹത്തിന്റെ ചാനലിന് വലിയൊരു വിഭാഗം കാഴ്ചക്കാരുടെ പിന്തുണ ഉറപ്പിക്കാം. ഇനി ചിലർ പറയും, എന്തുകൊണ്ട് ഭൂരിപക്ഷ സമുദായത്തെ ഇദ്ദേഹം പിന്തുണയ്ക്കുന്നില്ല എന്ന്. ഭൂരിപക്ഷം ഒരിക്കലും ഒന്നിച്ചു നിൽക്കില്ല, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലൊക്കെ. അതായത് ഡോളർ നിയമത്തിന്റെ നൂലാമാലകളെ ഭയന്ന് ഭിന്നിപ്പിച്ച നേട്ടം കൊയ്യുന്നതിന്റെ ഏറ്റവും പുതിയ പതിപ്പാണിത്. രാഹുൽ ഗാന്ധിക്ക് കോൺഗ്രസിന്റെ പുനരുജ്ജീവനമാണ് ലക്ഷ്യമെങ്കിൽ ധ്രുവറാട്ടിക്ക് തന്റെ ചാനലിന്റെ വളർച്ചയാണ് ലക്ഷ്യം. ഫോർമുല ഒന്ന് തന്നെ: വിശ്വാസം തകർക്കുക, ഭിന്നിപ്പുണ്ടാക്കുക, നേട്ടം കൊയ്യുക. ധ്രുവറാട്ടി ഉന്നയിച്ച 6 ആരോപണങ്ങളും ശക്തമായി നിയമപരമായി അടിത്തറയില്ലാത്ത കേവലം സംശയങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഈ കാര്യം നമ്മൾ മനസ്സിലാക്കണം. തിരഞ്ഞെടുപ്പിന് മുൻപ് സ്ത്രീകൾക്ക് പണം നൽകിയതിനെ കൈക്കൂലിയായി ചിത്രീകരിക്കുന്നത്, അതുപോലെ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നത് തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുമ്പോഴാണ്. ധ്രുവറാട്ടി പറയുന്ന തീയതികളിൽ പണം നൽകിയത് ചട്ടത്തിന്റെ പരിധിയിൽ വരും. എന്നാൽ ഇത് പുതിയൊരു പദ്ധതിയായി പ്രഖ്യാപിച്ചതാണോ അതോ നിലവിലുണ്ടായിരുന്ന ഒരു ക്ഷേമ പദ്ധതിയുടെ വിതരണം തുടർന്നതാണോ? ക്ഷേമ പദ്ധതികളുടെ തുടർ വിതരണം ചട്ടലംഘനമായി കണക്കാക്കുന്നതിൽ നിയമപരമായിട്ടുള്ള അവ്യക്തതകളുണ്ട്. ഇത് ചട്ടലംഘനമാണെങ്കിൽ എതിർകക്ഷിക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാമായിരുന്നു. എന്തുകൊണ്ട് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല? അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ റിട്ട് ഹർജി നൽകാമായിരുന്നു. അവർ ആ സമയത്ത് അത് ചെയ്യാത്ത പക്ഷം ഇപ്പോൾ യൂട്യൂബിൽ ആരോപണം ഉന്നയിക്കുന്നത് രാഷ്ട്രീയപരമായ ലക്ഷ്യത്തോടെ മാത്രമാണ്. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് ധ്രുവറാട്ടി AAPയുടെ PR ആണെന്ന്. അതിനെല്ലാമുള്ള ഉത്തരം അദ്ദേഹം എന്തുകൊണ്ട് നൽകുന്നില്ല? ഒന്നിലധികം സംസ്ഥാനങ്ങളിൽ വോട്ട് ചെയ്തു, ഹരിയാനയിൽ നിന്ന് പ്രത്യേക ട്രെയിനുകളിൽ വ്യാജ വോട്ടർമാരെ എത്തിച്ചു, ഒന്നിലധികം വോട്ട് ചെയ്തത് കള്ളവോട്ടിന്റെ പരിധിയിൽ വരുന്നതും ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം ശിക്ഷാർഹമായ കുറ്റവുമാണ്. കപിൽ സിബൽ ഉന്നയിച്ച പ്രത്യേക ട്രെയിൻ ആരോപണമാണെങ്കിലും ഒന്നിലധികം വോട്ട് ചെയ്ത BJP പ്രവർത്തകരെ കുറിച്ചുള്ള ആരോപണമാണെങ്കിലും ഇത് തെളിയിക്കാൻ സാധിക്കുന്ന കുറ്റകൃത്യമാണ്. ഒരു തെളിവ് പോലും കോടതിക്ക് മുന്നിൽ ഹാജരാക്കാതെ കേവലം ഒരാളുടെ വാക്ക് വിശ്വസിച്ച് യൂട്യൂബിൽ വിധി പ്രഖ്യാപിക്കുന്നത് ഉത്തരവാദിത്തമില്ലായ്മയാണ്. ഇതിന്റെ കൃത്യമായ തെളിവുകൾ കൈവശമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് പോലീസിനോ ഇലക്ഷൻ കമ്മീഷനോ അല്ലെങ്കിൽ കോടതിക്കോ കൈമാറേണ്ടത് അത്യാവശ്യമാണ്. എന്തുകൊണ്ടാണ് ഇദ്ദേഹം ഇതൊന്നും ചെയ്യാത്തത്? കാരണം ഒന്നേയുള്ളൂ: നിയമപരമായി തെളിയിക്കാനുള്ള ബലം ഈ തെളിവുകൾക്കൊന്നുമില്ല. വെറുതെ കിടന്ന് ഡയലോഗ് അടിക്കുന്നതാണ്. പോളിംഗ് ബൂത്തുകളിലെ CCTV ദൃശ്യങ്ങൾ മറച്ചുവെന്നും വിവരാവകാശ നിയമപ്രകാരം ഇത് ലഭ്യമല്ലെന്നും പോളിംഗ് സ്റ്റേഷനുകളിലെ ദൃശ്യങ്ങളുടെ ലഭ്യത സംബന്ധിച്ച് വ്യക്തമായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമങ്ങളുണ്ട്. ഈ നിയമങ്ങൾ മാറ്റിയത് കമ്മീഷനാണ്. ആ മാറ്റങ്ങൾക്കെതിരെ നിയമപരമായി ഹൈക്കോടതിയെയോ സുപ്രീം കോടതിയെയോ സമീപിക്കാമായിരുന്നു. പുതിയ നിയമം വിവരാവകാശ നിയമപ്രകാരം ലഭ്യമല്ലെങ്കിൽ പോലും ഒരു തിരഞ്ഞെടുപ്പ് ഹർജിയിൽ അഥവാ ഇലക്ഷൻ പെറ്റീഷനിൽ ഈ ദൃശ്യങ്ങൾ ഹൈക്കോടതിയിൽ ഹാജരാക്കാൻ ആവശ്യപ്പെടാൻ സാധിക്കുമായിരുന്നു. ഇനിയും നിയമപരമായ വഴി അടഞ്ഞിട്ടില്ല. നിയമപരമായ വഴികളെല്ലാം അടഞ്ഞുവെന്ന് വരുത്തി തീർത്ത് പൊതുജനത്തെ തെറ്റിദ്ധരിപ്പിക്കാനാണ് റാട്ടി ശ്രമിക്കുന്നത്. സെമാഞ്ചൽ മേഖലയിൽ മുസ്ലിം, ദളിത്, ആദിവാസി വോട്ടർമാരെ ലക്ഷ്യമിട്ട് വോട്ടർ പട്ടിക ശുദ്ധീകരണത്തിന്റെ അഥവാ നമ്മുടെ SIRന്റെ പേരിൽ 47 ലക്ഷം വോട്ടർമാരെ വെട്ടിമാറ്റി. ആദ്യം തന്നെ പറയാം, വോട്ടർ പട്ടിക ശുദ്ധീകരണം എന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പതിവായി ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. മരണപ്പെട്ടവർ, സ്ഥലം മാറിയവർ, ഒന്നിലധികം ഐഡികൾ ഉള്ളവർ തുടങ്ങിയവരെ ഒഴിവാക്കാനാണ് ഇത് ചെയ്യുന്നത്. 47 ലക്ഷം വോട്ടർമാർ വെട്ടിമാറ്റപ്പെട്ടെങ്കിൽ ആ വോട്ടർമാർക്ക് അപ്പീൽ നൽകാൻ അവസരമുണ്ട്. മാത്രമല്ല, ഒരു പ്രത്യേക വിഭാഗക്കാരെ മാത്രം ലക്ഷ്യമിട്ടാണ് ഇത് ചെയ്തതെങ്കിൽ അതിനെതിരെ ഹൈക്കോടതിയിൽ ഒരു പൊതു താൽപര്യ ഹർജി സമർപ്പിക്കാൻ സാധിക്കും. ഈ വിഷയത്തിൽ നിയമ നടപടിക്ക് ഒന്നും തയ്യാറാവാതെ ഒരു വലിയ ന്യൂനപക്ഷ പീഡനത്തിന്റെ രാഷ്ട്രീയ അജണ്ടയാണ് ഇതിലൂടെ നടപ്പിലാക്കാൻ റാട്ടി ശ്രമിക്കുന്നത്. മാത്രമല്ല, ബംഗ്ലാദേശിലെല്ലാം സംഭവിച്ചതുപോലെ ഒരു അട്ടിമറി രാഷ്ട്രീയമാണ് ഇവരെല്ലാം അതിനുവേണ്ടിയാണ് ശ്രമിക്കുന്നത്. ഇന്ത്യൻ ജനാധിപത്യം യൂട്യൂബ് ലൈക്കുകൾക്ക് വേണ്ടിയുള്ള കളിയാകരുത്. ധ്രുവറാട്ടിയുടെ ശൈലി സൃഷ്ടിക്കുന്ന അപകടം വളരെ വലുതാണ്. സ്ഥാപനങ്ങളുടെ വിശ്വാസം തകർക്കൽ, തിരഞ്ഞെടുപ്പ് കമ്മീഷനെ പോലെയുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളുടെ നിഷ്പക്ഷതയെ നിരന്തരം ചോദ്യം ചെയ്യുന്നത് ജനാധിപത്യ പ്രക്രിയയിലുള്ള സാധാരണ പൗരന്റെ വിശ്വാസമാണ് തകർക്കുക. അതുപോലെ തന്നെ വർഗീയ ധ്രുവീകരണം, തിരഞ്ഞെടുപ്പ് ക്രമക്കേടിനെ പോലും ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ കണക്കുകൾ എടുത്തു പറഞ്ഞ് അവതരിപ്പിക്കുന്നത് സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാനും വർഗീയ ധ്രുവീകരണം ശക്തമാക്കാനും കാരണമാകും. ഈ ഭിന്നിപ്പിച്ച് നേട്ടം കൊയ്യുക എന്ന തന്ത്രം തന്നെയാണ് രാഹുൽ ഗാന്ധിക്ക് രാഷ്ട്രീയമായി ലക്ഷ്യം വെക്കുന്നത്. റാട്ടിക്ക് വ്യൂസായി ലക്ഷ്യം വെക്കുന്നത് നിയമപരമായ വഴികളുടെ തിരസ്കരണമാണ്. അതായത് നിയമപരമായി തെളിയിക്കാൻ സാധിക്കാത്ത വിഷയങ്ങൾ യൂട്യൂബിൽ അവതരിപ്പിക്കുമ്പോൾ അത് നിയമവ്യവസ്ഥയുടെ പ്രാധാന്യമാണ് കുറയ്ക്കുന്നത്. പോരാട്ടം കോടതിയിലല്ല, യൂട്യൂബിലാണ്. കാരണം യൂട്യൂബിൽ തെളിവ് വേണ്ട, വേണ്ടത് വികാരം മാത്രമാണ്. കുറച്ച് വികാരഭരിതമായി എന്തെങ്കിലും ഒന്ന് വിളിച്ചു കൂവിയാൽ പലരും അത് വിശ്വസിക്കും. ആ വികാരം ഇളക്കിവിടാൻ ഏറ്റവും എളുപ്പം ഭിന്നിപ്പിച്ച് സംസാരിക്കുന്നതാണ്. ഈ ശൈലി നമ്മുടെ രാജ്യത്ത് വർഗീയ വികാരം ഇളക്കിവിട്ട് രാഷ്ട്രീയ നേട്ടം കൊയ്തിരുന്ന പല നേതാക്കളുടെയും
പിൻഗാമിയാകാൻ ധ്രുവറാട്ടി ശ്രമിക്കുന്നു എന്നതിന്റെ വ്യക്തമായിട്ടുള്ള സൂചനയാണ്. രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ ശൈലിയെ ഒരു യൂട്യൂബർ തന്റെ കരിയർ വളർത്താൻ ഉപയോഗിക്കുന്നു. ഇതിലെ അപകടം ചെറുതൊന്നുമല്ല. ഇന്ത്യൻ ജനാധിപത്യം യൂട്യൂബ് ലൈക്കുകൾക്ക് വേണ്ടിയുള്ള കളിയാകരുത്. ഈ പ്രവണതയെ നമ്മൾ തിരിച്ചറിയുകയും ചോദ്യം ചെയ്യുകയും വേണം. അല്ലാതെ കണ്ണും പൂട്ടി വിശ്വസിച്ചാൽ നമ്മുടെ രാഷ്ട്രം തന്നെയാണ് അപകടത്തിലാകുന്നത്. നിങ്ങൾ ഇപ്പോൾ മനസ്സിലായി കാണും എന്തുകൊണ്ടാണ് ധ്രുവറാട്ടിയുടെ ഈ പോരാട്ട ശൈലി രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ തന്ത്രങ്ങളുമായി ഇത്രയധികം സാമ്യം പുലർത്തുന്നത് എന്ന്. ഭയം വിതയ്ക്കുക, ഒരു വിഭാഗത്തെ ലക്ഷ്യമിട്ട് സംസാരിക്കുക, ഭരണഘടനാ സ്ഥാപനങ്ങളെ ചോദ്യം ചെയ്യുക, നിയമപരമായ വഴികൾ ഒഴിവാക്കുക. ഈ പുതിയ റീച്ച് രാഷ്ട്രീയം ഇന്ത്യൻ ജനാധിപത്യത്തിന് നല്ലതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? ധ്രുവറാട്ടിയുടെ ഈ രീതി നമ്മുടെ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ കാരണമാകുന്നുണ്ടോ? അദ്ദേഹത്തിന് ധൈര്യമുണ്ടെങ്കിൽ, സത്യത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ, അദ്ദേഹത്തിന് ലഭിച്ച എല്ലാ തെളിവുകളും ഒരു കവറിലാക്കി ഉടൻ തന്നെ കോടതിയിൽ സമർപ്പിക്കാൻ ആവശ്യപ്പെടണം. അതാണ് ഒരു യഥാർത്ഥ ഉത്തരവാദിത്തമുള്ള പൗരൻ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.